ഹലോ ഗൈസ്, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സൗണ്ട് എന്തൊരു പ്രോബ്ലം ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്യാം. ഞാൻ 2 ദിവസം താത്താന്റെ വീട്ടിലിരുന്നു. അവിടെ ഞാൻ ഞായറാഴ്ച ഞാൻ തിരിച്ചു പോരാൻ വേണ്ടി നിന്ന് നിൽക്കുക മാത്രമല്ല, ബസ് കയറാൻ വേണ്ടി വരെ പോയി. എടാ, ബസ്സൊക്കെ കയറാൻ വേണ്ടി പോയപ്പോ ബസ്സില്ല. ബസ് അവിടെ ലാസ്റ്റ് ബസ് 5:30 ബസ്സില്ല. അതാണെങ്കിലോ എനിക്ക് ബസ് കിട്ടാത്ത കാരണം അവിടെ ഏറെക്കുറെ ആൾക്കാർ ഇറക്കാറുണ്ട്. ഏറെക്കുറെ ആൾക്കാർ പറഞ്ഞതാ ഇന്ന് ബസ്സില്ല മോളെ, ഞായറാഴ്ചയല്ലേ. എന്നല്ലാതെ ഇനി മുന്നത്തെ ഒരു വട്ടം ഞായറാഴ്ച പോകുന്നതുകൊണ്ട് ബസ് കിട്ടുന്ന ഒരു ഹോപ്പ് ചെയ്യുന്നു. ബട്ട് ബസ് കിട്ടിയില്ല. അങ്ങനെ തിരിച്ച് താത്താന്റെ വീട്ടിനെത്തി. എന്നാലും ഒരുങ്ങി കിട്ടിയല്ലേ, വെറുതെ ഡ്രസ്സ് ഇടണ്ടേ വിചാരിച്ചു ഞാൻ. താത്താന്റെ വീടിന് മുന്നിൽ വലിയൊരു പാടാണ്. ആ പാടത്തിന്റെ അപ്പുറത്തൊരു കടയുണ്ട്. അവിടെ നല്ല കാടമുട്ടയും കാട ഫ്രൈയും ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, താത്താന്റെ കുട്ടികളെയും കൂട്ടി പാടത്തു കൂടെ അങ്ങോട്ട് പോവാൻ വിചാരിച്ചു. അപ്പൊ നൊസ്റ്റാൾജിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് പാടത്തുകൂടെ പോകുമ്പോൾ താത്താൻ്റെ ഒന്ന് ഇറങ്ങുന്ന വഴി തന്നെ നല്ല വഴി കൂടെ അല്ല, താത്താന്റെ പെട്ട മുന്നിൽ കൂടെ അപ്പുറത്തെ വീട്ടിൽ നല്ല വഴി. പക്ഷെ താത്താന്റെ പെട്ട മുന്നിൽ കൂടെ ഇടുക്ക് പിടിച്ച വഴി കൂടെ തന്നെ എനിക്ക് ഇറങ്ങണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തോടും കടന്ന് ഞങ്ങൾ പോയത്. പോണ വഴിയിൽ അവിടെ ഒരു കിണറുണ്ട്. പോയിലാണ് നല്ല നീല കളർ വെള്ളം. കുറച്ചേരം അതൊക്കെ നോക്കി നിന്ന് അങ്ങനെ നൊസ്റ്റാൾജിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ പാടത്തിലോട്ട് ഇറങ്ങി. പാടാണെങ്കിൽ എന്റെ മക്കളെ ആ ടൈമിൽ കാണാൻ എന്തോ ഒരു ഭംഗി എന്നൊരു നല്ല ഭംഗി ഉണ്ടാകുന്ന കാണുന്നത്. അങ്ങനെ എന്റെ ഈ 2 കൂട്ടുകാരെയും കൂട്ടി ഞാൻ അങ്ങനെ പാടത്തുകൂടെ പോയി. നല്ല പൊലി വരും. ഫസ്റ്റ് ഒക്കെ ഇറങ്ങിയപ്പോ കുറച്ചങ്ങോട്ട് നടന്നപ്പോ അടിപൊളിയാണ്. പാടം നിറച്ച് വരമ്പേതാ പോലും അറിയാതെ വെള്ളം ആയിക്കൂടെ ചേർന്ന് നിൽക്കാണെങ്കിൽ നാളെ ഈ ഡ്രസ്സ് തന്നെ വീട്ടിൽ പോകുമ്പോൾ, കാരണം എനിക്ക് വേറെ ഡ്രസ്സില്ല. എനിക്ക് ആ പാൻറ് ഇട്ടിട്ടാണ് ഞാൻ ആ ഇറങ്ങിയത്. പിന്നെ വ്യൂ കാണുമ്പോഴാണ് ഒരു സമാധാനം ഉണ്ടായത്. ഇതിനേക്കാളും ഒരു കോമഡി എന്താ വെച്ചാൽ ഇതിന്റെ അപ്പുറത്ത് നല്ലൊരു വഴിയിൽ പെട്ടെന്ന് പോയി പോരാൻ പറ്റിയത്. പെട്ടെന്ന് പോയി പോരേണ്ട ദിവസം ഞങ്ങൾ 1 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. കാരണം വ്യൂ കാണുമ്പോൾ നിൽക്കും, വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കും, പൂണ്ടിയിട്ട് നിൽക്കും, വീണിട്ട് നിൽക്കും. ഒരാൾ വീഴുമ്പോൾ മറ്റാൾ ചിരിച്ചും കൂടെ ചിരിച്ചാൽ അപ്പം തന്നെ വീഴും ചെയ്യും. അങ്ങനെ ഉരുണ്ട് മറിഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ ഉരുണ്ട് പറഞ്ഞിട്ട് വ്യൂവും തേങ്ങയും വാങ്ങി കണ്ട് നൊസ്റ്റാൾജിയും ചെയ്ത് നമ്മൾ കട അവിടെ എത്താനായി. കാട്ടിയുടെ അവിടെ എത്തിയപ്പോ അവിടെ ആ പാടത്തേക്ക് ആംബിയൻസ് ഒരു പീസ് അടിപൊളിയാണ്. നമ്മള് പാർസൽ വാങ്ങിക്കൊണ്ടുവരും. അപ്പൊ നമ്മള് കട പുറത്തുനിന്ന് നിന്നാണ് പുറത്തേക്ക് നോക്കി നിൽക്കുക. അത് നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ കാടമുട്ട റോസ്റ്റും കാട ഫ്രൈ ഒക്കെ വാങ്ങി നമ്മളതൊക്കെ വാങ്ങി തിരിച്ച് നല്ലപോലെ നല്ല റോട്ടിൽ കൂടെ വന്നിട്ട് തോട്ടിന്റെ സൈഡിൽ കൂടെ വഴിയുണ്ട്. ആയിക്കൂടെ നേരെ പോയി. നല്ല കൺകണ്ട് വെളിച്ചത്തിലായിരുന്നു ഞങ്ങള്. അത്യാവശ്യം ഒന്ന് ഇരുട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടീന്ന് കൂടെ ഇരുട്ടിയിരുന്നു. ഇവിടെ താത്ത വിളിച്ചെങ്കിലും ഒന്ന് താത്തിയിരുന്നു. അപ്പൊ താത്താണ്ട് നൊസ്റ്റാൾജിയ കാരണം പാടത്തുകൂടെ തന്നെ പോയത്. ഇപ്പൊ നല്ലപോലെ നല്ല വഴി കൂടെ വരുന്നേ പറഞ്ഞു. പിന്നെ ഇവർക്ക് 2 10,000 കഥകൾ പറയണ്ടേ. ഈ കഥകളൊക്കെ ഞാൻ കേൾക്കും വേണം. ഈ കാണുന്നത് കൊള്ളാത്രേ, അത് ഈ ചെറുക്കൻ ചാടലുണ്ട് ഇതൊക്കെ ഞാൻ അതൊക്കെ കേട്ട് വിശ്വസിച്ച് പോകുന്നു. പിന്നെ ഈ തോടോ ഞമ്മള് കുറെ നേരം നിന്ന്, കാരണം എനിക്ക് ഇവിടുന്ന് കാണാൻ നല്ല ഇഷ്ടമായി. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. പിന്നെ ഇട്ട് കണ്ടപ്പോ ഞങ്ങൾ പോകുന്നത് താത്താന്റെ അപ്പുറത്തെ വീടിന്റെ നല്ലതായ ഒരു പാലാണ്. അത് നമ്മൾ താത്താന്റെ വീട്ടിലെത്തി. താത്താന്റെ വീട്ടിൽ ഇതാണ് താത്താന്റെ വീട്. നേരെ ഫ്രണ്ടിൽ നമ്മൾ കണ്ട പാടം അടിപൊളിയായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ താത്ത നമുക്ക് നല്ല പഴംപൊരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കൊടുന്ന മുട്ട റോസ്റ്റും കാട ഫ്രൈയും ഒക്കെ നമ്മൾ പൊട്ടിച്ചതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഇത്രയുള്ള ഗൈസ്, ഇൻഷാ അല്ലാഹ് അടുത്ത വ്ലോഗ് വരുന്നതായിരിക്കും. ബൈ.